ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം നാം പ്രിയ സഹോദരനിലൂടെ കേൾക്കുകയുണ്ടായി. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം വായിച്ച് പ്രിയ സഹോദരൻ പറഞ്ഞതിനോട് ചേർന്ന് ചില കാര്യങ്ങൾ കൂടി ചിന്തിക്കുവാനായിട്ട് നമുക്ക് സമയമെടുക്കാം. 16-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളാണ്. അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി, കർത്താവേ, അതരുതേ, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. തൻ്റെ സഭയുടെ പണിയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കർത്താവിൻ്റെ ആദ്യത്തെ പ്രസ്താവന പത്രോസ് അപ്പോസ്തലൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ, അല്ലെങ്കിൽ യേശു ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ളതിൻ്റെ ഏറ്റുപറച്ചിലിൽ നിന്നും പ്രസ്താവിച്ചിട്ട് തൊട്ടു പിന്നാലെ സംഭവിക്കുന്നതായ കാര്യമാണ് നാം വായിച്ചത്. അന്നു മുതൽ എന്ന് പറയുമ്പോൾ ആ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. അതായത് തൻ്റെ സഭയുടെ സ്ഥാപനത്തെ പ്രഖ്യാപിച്ച അന്നു മുതൽ, അല്ലേ? അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് നാം വായിച്ചു കഴിഞ്ഞാൽ സമയത്തിന് കുറവുകൊണ്ട് അതെല്ലാം നാം വായിക്കുന്നില്ല. നീ പത്രോസാകുന്നു, ഞാൻ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നു മുതൽ, അതായത് സഭയുടെ പ്രഖ്യാപനത്തിൻ്റെ അന്നു മുതൽ കർത്താവ്, അന്നു മുതൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും കർത്താവ് അങ്ങനെ ഈ ഒരു കാര്യം എന്താണ്, മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണം എന്ന് പ്രസ്താവിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കർത്താവ് അത് ഒന്ന് പറഞ്ഞു, അത് ശിഷ്യന്മാർ കേട്ടു, അത് അവർക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. പിന്നെയും കർത്താവ് പറഞ്ഞു. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസിന് എന്ത് പറ്റി? ഇത് എന്താണ് സംഭവിക്കുന്നത്? ഇതെന്താണ് സംഭവിച്ചത്? അതൊന്നും അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പത്രോസ് കർത്താവിനെ വേറിട്ട് മാറ്റി, മറ്റാരും കേൾക്കാതെ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു പക്ഷേ അവിടെ കർത്താവിനെ എന്തു പറഞ്ഞു എന്നാണ് പറയുന്നത്, വായിക്കുന്നേ? ശാസിച്ചു എന്നാണ്. അപ്പോൾ പരസ്യമായിട്ട് ശാസിക്കേണ്ട, രഹസ്യമായി ശാസിച്ചേക്കാം എന്ന് വിചാരിച്ചാണോ എന്നറിയില്ല. അല്ല എങ്കിൽ ഇനി മറ്റാരും ഒന്നും പറയുന്നില്ല, 11 പേരും മൗനമാണ്. എന്നാൽ എൻ്റെ ഈ ശാസന, അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു ഇടപെടൽ അത് മറ്റാരും അറിയണ്ട എന്നുള്ളത് കൊണ്ടാണോ? അതെയോ പത്രോസ് അപ്പോസ്തലനെ പോലെ ഏത് കാര്യവും എടുത്തു ചാടി പെട്ടെന്ന് പറയുകയും തീരുമാനിക്കുകയും, വെട്ടാൻ പറയുമ്പോൾ വെട്ടുകയൊക്കെ ചെയ്യുന്നതല്ല, വാളെടുക്കാൻ പറയുമ്പോൾ എടുക്കുന്നവരും വെട്ടുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഭവിക്കരുത് എന്ന് ശാസിച്ചു തുടങ്ങി. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നീ പത്രോസാകുന്നു, നീ ഏറ്റുപറഞ്ഞ വിശ്വാസമാകുന്ന പാറയുടെ മേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പ്രസ്താവിച്ച് അല്പസമയം കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, സാത്താനെ, നീ എന്നെ വിട്ടുപോ. ഇത്രയും കേട്ട് കഴിയുമ്പം നമ്മളായിരുന്നു പത്രോസിൻ്റെ സ്ഥാനത്തെങ്കിൽ എന്ത് ചെയ്തേനെ? ആ കൂട്ടം അവസാനിപ്പിച്ച് നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് പറഞ്ഞ്
പോകുമായിരുന്നു, അല്ലേ? അതല്ലേ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള ചിന്ത. പക്ഷേ പത്രോസ് അങ്ങനെയൊന്നും ചെയ്തില്ല. കർത്താവ് അവനോട് പറഞ്ഞു, നീ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു. എന്താ കർത്താവ് പറഞ്ഞത്? എന്താ? നീ മാനസാന്തരപ്പെടണമെന്നാണോ പറഞ്ഞേ? നീ തിരുത്തണമെന്നാണോ പറഞ്ഞേ? അല്ലെങ്കിൽ നീ അങ്ങനെ പറയരുതെന്നാണോ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ല പറഞ്ഞേ. നീ എനിക്ക് ഇടർച്ചയാ, നീ വിട്ടുപോ. അങ്ങനെയെങ്ങാനും പറഞ്ഞാലോ, സാത്താനെന്ന് വിളിച്ചാൽ പോലും പ്രശ്നമാണ്. ഇനി ഇടർച്ചയെ വിട്ടു പോകാൻ പറഞ്ഞാൽ നമ്മൾ ഇതിന് സഹിക്കുമോ? സഹിക്കില്ലല്ലേ? പക്ഷേ പത്രോസ് അതൊക്കെ സഹിച്ചു. എന്നിട്ട് എന്തുകൊണ്ടാണ് പത്രോസിനെ കർത്താവ് സാത്താൻ എന്ന് വിളിക്കേണ്ടതിൻ്റെ ആവശ്യം വന്നത്? അല്ല എങ്കിൽ വിശ്വാസം ഏറ്റുപറഞ്ഞ് പിറ്റേ ദിവസം പത്രോസ് എന്തുകൊണ്ടാണ്, ഏത് രീതിയിലാണ് സാത്താൻ്റെ സ്വഭാവം കാണിച്ചത് എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണത്? എന്താണ്? നീ ദൈവത്തിൻ്റേതല്ല മനുഷ്യരുടേതത്ര കരുതുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റേതല്ലാത്ത, ദൈവിക പരിപാടിയിൽപ്പെടാത്ത, മനുഷ്യൻ്റേത് കരുതുന്നതായിട്ടുള്ള എല്ലാ കാഴ്ചപ്പാടുകളും പ്രവർത്തനങ്ങളും എന്താണ്? സാത്താന്യമാണ്. മനുഷ്യൻ്റേത് കരുതുക എന്ന് പറയുന്നത് സാധാന്യമാണെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? മനുഷ്യൻ്റേത് കരുതുന്നത് സാധാന്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊക്കെ പറയല്ലേ, മനുഷ്യരല്ലേ, ബലഹീനരല്ലേ, മനുഷ്യൻ്റേതായിട്ടുള്ള നമ്മുടെ ഇടപാടുകളൊക്കെ സാധാന്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, മനുഷ്യരുടേത് കരുതുന്നത് സാധാന്യമാണ്. കാരണം സാത്താൻ്റെ പരിപാടി, സാത്താൻ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാത്താൻ്റെ പരിപാടി എന്താണെന്നറിയാവോ? ദൈവത്തിൻ്റേത് കരുതാതെ മനുഷ്യൻ്റേത് കരുതുന്നതിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അത് ഏദൻ തോട്ടം മുതൽ ആ ഒരു പരിപാടിയാണ് പിശാച് ഇന്നും ലോകത്ത് പിശാച് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഏദൻ തോട്ടത്തിൽ ചെന്ന് പിശാച് നീ എന്നെ ആരാധിക്കണമെന്ന് പറഞ്ഞോ? ഞാൻ പറയുന്നതൊക്കെ നീ കേൾക്കണമെന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. എന്തുവാ പറഞ്ഞത്? ആദാമിനെയും ഹൗവയെക്കുറിച്ചുള്ള സാത്താൻ്റെ വലിയ സ്നേഹവും ഭാരവും അവരുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടുള്ള ആലോചനയൊക്കെയാണ് കൊടുത്തത്, അല്ലേ? മനുഷ്യൻ്റേതാണ് കരുതിയത്. മനുഷ്യൻ്റേത് കരുതുന്നത് സാധാന്യമാണ്. ഇനി കർത്താവ് 40 ദിവസം ഉപവസിച്ചതിന് ശേഷം കർത്താവിനെ പിശാച് പരീക്ഷിക്കാൻ വന്നപ്പോൾ അവിടെ എന്തായിരുന്നു സംഭവിച്ചത് ശരിക്കും? 40 ദിവസം ഉപവസിച്ചു, വിശന്നു, ക്ഷീണിച്ചു. അപ്പം കഴിക്കാൻ പറയുക എന്ന് പറയുന്നത് തെറ്റാണോ? നമ്മളൊക്കെ ഈ ഉപവാസം കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? കർത്താവ് ഉപവാസം കഴിഞ്ഞതിന് ശേഷം കർത്താവിനോട് അപ്പം ഭക്ഷിച്ചോളം പറയുന്നതിൽ എന്തെങ്കിലും അപാകതയുണ്ടോ? കർത്താവ് അതിന് ശേഷം അപ്പം ഭക്ഷിക്കാതെയാണോ ജീവിച്ചത്? ഒന്നുമല്ല. പക്ഷേ ഈ കല്ലുകളെ നീ അപ്പമാക്കുവാൻ കൽപ്പിക്കുക, വിശന്നു. അപ്പോൾ പിശാച് അവിടെ ഏത് രീതിയിലാണ് സമീപിക്കുന്നത്? മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരാവശ്യം, അതായത് വിശപ്പിനുള്ള ഭക്ഷണം. ആ ഭക്ഷണത്തിന് ദൈവം അംഗീകരിച്ചിരിക്കുന്ന ദൈവികമായ സ്വാഭാവികമായ ഒരു വഴിയുണ്ട്. ആ വഴി അങ്ങ് മാറ്റി വെച്ചിട്ട് നീ അത്ഭുതകരമായി നീ ഭക്ഷണം കഴിക്കണം, അല്ലേ? നമ്മളൊക്കെ പലപ്പോഴും പറയേണ്ട അത്ഭുതം പ്രവർത്തിച്ചു, അത്ഭുതമായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഈ ഒരു അത്ഭുതം ചെയ്ത് നീ ഈ അപ്പം തിന്നണം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും കൂടെ ജീവിക്കുന്നു. അപ്പോൾ ഒരു അത്ഭുതം പ്രവർത്തിച്ച് അപ്പം ഉണ്ടാക്കി അത് കഴിക്കുക എന്ന് പറയുന്നതായ ഒരു പരിപാടി ആയിരുന്നില്ല ദൈവിക പരിപാടി. അത് മനുഷ്യന് ദൈവം പിശാച് കൊടുത്തതായിട്ടുള്ള ഒരു എളുപ്പവഴി അല്ലെങ്കിൽ ഒരു സൂത്രവിദ്യ എന്നുള്ള നിലയിലാണ്. ഏദനിലെടുത്ത അതേ തന്ത്രമാണ്. അതിനുശേഷം കർത്താവ് രാജാവാണ്. കർത്താവിന് അന്നങ്ങനെ കാര്യമായ ശിഷ്യന്മാരോ അങ്ങനെ ഫോളോവേഴ്സൊന്നുമില്ല, അല്ലേ? അണികളില്ലാത്തൊരു സമയമാണ്.
കർത്താവിനോട് സാത്താൻ എന്താ പറഞ്ഞേ? ആ ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ഒന്ന് ചാടുക. ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് ഒരു പരിക്കുമേൽക്കാതെ ഒരു മനുഷ്യനങ്ങനെ നിൽക്കാൻ സാധിച്ചു എന്ന് വന്നാൽ അതൊരു അസാമാന്യ സംഭവമാണ്. അപ്പോൾ നീ ഇങ്ങനെ ഒരു അത്ഭുതമൊക്കെ എല്ലാവരുടെയും മുമ്പാകെ കാണിച്ചാൽ പിന്നെ വാഗ്ദത്തമുണ്ട് അല്ലേ? എന്താ വാഗ്ദത്തം? ദൂതന്മാർ താങ്ങിക്കൊള്ളും. അപ്പോൾ ഇത് ഇന്നും പറയുന്നത് വാഗ്ദത്തമുണ്ട്, അതുകൊണ്ട് ചാടിക്കൊള്ളാനാണ് പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ വാഗ്ദത്തമുണ്ട്, ചാടിക്കോ എന്നാണ് പിശാച് ആരോട് പറഞ്ഞത്? കർത്താവിനോട് പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്ത് കിട്ടും നിനക്ക്? നിനക്ക് ധാരാളം ആളുകളെ കിട്ടും. അപ്പോൾ ഈ ഉണ്ട്, ചാടിക്കോ എന്ന് പറയുന്നതായിട്ടുള്ള ആളുകൾക്ക് ഇന്നും ധാരാളം അണികളെ കിട്ടുന്നുണ്ടെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ കർത്താവ് എന്താ പറഞ്ഞേ? മറന്നുപോയി. മൈക്ക് വെച്ച് പറഞ്ഞാൽ എനിക്ക് കേൾക്കുള്ളൂ. ശരി, നമുക്കത് അറിയാവുന്നതാണല്ലോ. മൂന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു? നീ രാജാവാണ്, രാജാവായിട്ട് ഈ ലോകത്തിലേക്ക് വരുന്നു. അപ്പോൾ നിനക്ക് ഈ ലോകത്തിൻ്റെ എല്ലാ അധികാരവും നിനക്ക് ആവശ്യമാണ്. ഈ ലോകം എൻ്റെ കീഴിലാണ്, എൻ്റെയാണ്. നിനക്കത് ഞാനങ്ങോട്ട് തരാം അല്ലേ? ഇതെല്ലാം ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ, മനുഷ്യനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് പിശാച് മനുഷ്യനിലേക്ക് കൊടുക്കുന്നത്. ദൈവത്തിങ്കിൽ നിന്നും അകറ്റി മനുഷ്യൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളെ പോലും മുതലെടുത്തുകൊണ്ട് ദൈവത്തിൽ നിന്നും വിടുവിക്കുന്നതായ ഒരു പരിപാടിയാണ് പിശാച് ലോകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിശാച് ആ കാര്യത്തിൽ വളരെയേറെ വിജയിച്ചു. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റേത് ചിന്തിച്ച പത്രോസിനെ ഞാൻ വിചാരിക്കുന്നു നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഒരാൾക്കെങ്കിലും എന്നെക്കുറിച്ച് ഒരു സ്നേഹം, ഒരു ഭാരം അല്ലേ? ഒരാൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്നെക്കുറിച്ചൊരു ഭാരമുണ്ട്, എന്നോട് സ്നേഹമുണ്ട്. ബാക്കി 11 പേർക്കും എന്തില്ല? സ്നേഹമില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, പല വിശ്വാസികളെന്ന് പറയുന്നവരുടെയും ഉപദേശങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഉപദേശം സ്വീകരിക്കുന്നതൊക്കെ ഇതുപോലെയുള്ള പൈശാചികമായ ഉപദേശങ്ങളാണ് എന്ന് ഇന്ന് ലോകത്ത് ക്രിസ്ത്യാനികൾ അറിയുന്നില്ല. മനുഷ്യൻ്റേതായ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ആണ് ഇന്ന് ആളുകളുടെ പ്രാർത്ഥനകളും യാചനകളും ഉപദേശങ്ങളും അധ്വാനങ്ങളും എല്ലാം അതിലെ കേന്ദ്രീകരിച്ചുള്ളതാണ്. മനുഷ്യനുള്ളത് ചിന്തിക്കുന്നതാണ് എങ്കിൽ അത് സാത്താന്യവുമാണ്. അപ്പോൾ എന്നിട്ട് കർത്താവ് എന്താ പറയുന്നേ? പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ശിഷ്യന്മാരോട് പറയുകയാണ്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ മനുഷ്യൻ്റേത് ചിന്തിക്കുന്നത് പൈശാചികമാണെങ്കിൽ ദൈവികമായി ചിന്തിക്കുന്നത് എന്താണ്? ക്രൂശാണ് അല്ലേ? ക്രൂശാണ്. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും, എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് പറഞ്ഞു. എന്നിട്ട് കർത്താവ് അവനെ ശാസിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നീ എൻ്റെ ജീവനെ രക്ഷിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ഭവിക്കരുത്, ഒരിക്കലും അങ്ങനെ ഭവിക്കരുത് എന്നുവെച്ച് കർത്താവ് പറയുക, ഞാനെന്നല്ല, ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. ആരെങ്കിലും എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും. ബൈബിളിൽ ഒത്തിരി വിരോധാഭാസങ്ങളുണ്ട്.
ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഉപദേശങ്ങളാണ് ബൈബിളിലുള്ളത്. പല ഉദാഹരണങ്ങൾ പലപ്പോഴും നമ്മുടെ സന്ദേശങ്ങളിൽ അത് വരുന്നുണ്ടല്ലേ. എന്തൊക്കെയാണ്? നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ സന്തോഷിപ്പിൻ. നിങ്ങൾ സന്തോഷം അനുഭവിക്കുമ്പോൾ സന്തോഷിപ്പിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ലോകത്തിൻ്റെ പ്രമാണം. നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ സന്തോഷിപ്പിൻ. നിങ്ങളെക്കുറിച്ച് എല്ലാ തിന്മയും എല്ലാം കളവായി പറയുമ്പോൾ നിങ്ങൾ ഘോഷിച്ച് ഉല്ലസിപ്പിൻ. അയ്യോ, അതെങ്ങനെയാണ് സാധ്യമാകുന്നത്? അപ്പോൾ ബൈബിളിലെ എല്ലാ പ്രമാണങ്ങളും ഈ ലോകത്തിൻ്റെ പ്രമാണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവനെ നിങ്ങൾ രക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് പോയി. എന്നാൽ എൻ്റെ നിമിത്തം നിങ്ങൾ നിങ്ങളുടെ ജീവനെ കളയാൻ തീരുമാനിച്ചാൽ നിങ്ങളതിനെ നേടും. എന്താണ് പ്രിയമുള്ളവരെ ഈ ജീവനെ നേടുക അല്ലെങ്കിൽ ജീവനെ കളയുക എന്ന് പറയുന്നത്? എന്തായാലും അതൊരു ശാരീരിക മരണത്തെക്കുറിച്ചല്ല, ഒരു ശാരീരിക മരണത്തെക്കുറിച്ചല്ല എന്ന് നമുക്കറിയാം, അല്ലേ? എന്നാൽ അതിൽ ശാരീരിക മരണവും ഒരു പക്ഷേ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പ്രാഥമികമായിട്ടും അതൊരു ശാരീരിക മരണത്തെക്കുറിച്ചല്ല. ദൈവനാമത്തെ പ്രതി നമുക്ക് നഷ്ടപ്പെടുത്താൻ ആവശ്യമുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. എനിക്ക് കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം എന്നൊരാൾ തീരുമാനിച്ചാൽ അദ്ദേഹം ഈ ലോകത്തിൽ നഷ്ടപ്പെടുത്തേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രിയ സഹോദരൻ, അതിനെക്കുറിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. ഈ ദുഷ്ടലോകത്തിൽ നിന്നും നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ. അത് ഈ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നതായിട്ടുള്ള ഈ ദുഷ്ടലോകത്തിൽ നമുക്ക് പറ്റാത്തതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, എനിക്ക് കർത്താവിനെ പിൻചെല്ലണം. പക്ഷേ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ള വിശ്വാസികൾ എന്ന് പറയുന്നതായിട്ടുള്ള പേരുള്ള ചില ആളുകൾ നമ്മുടെ പഴയ സഭകളിലും അല്ലെങ്കിൽ അയൽ സഭകളിലുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു കാര്യം, സഹോദര, നിങ്ങൾ പഠിപ്പിക്കുന്നത് വളരെ കറക്റ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്, നിങ്ങളുടെ സന്ദേശങ്ങളൊക്കെ ഞാൻ കേട്ടു. പക്ഷേ അതാണ് കറക്റ്റ്, ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്നത് തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ സഹോദര, ഞാൻ ഒരു സഭ മാറി, ഇനിയും മാറിക്കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും? ഇതിങ്ങനെ സഭ തോറും മാറി മാറി നടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണെന്ന് പറയും, ഇല്ലേ? അതുകൊണ്ട് ഞാനങ്ങോട്ട് വരുന്നില്ല. താൻ എന്തിനെയാ അവിടെ നേടുവാൻ ശ്രമിച്ചത്? തൻ്റെ സമൂഹത്തിലുള്ള ഒരുപക്ഷെ അഭിമാനത്തെ. അതുപോലെ കുടുംബക്കാരുടെ ഇടയിൽ, സമൂഹത്തിൽ ഒക്കെ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഭാര്യയുടെ എതിർപ്പുണ്ടാകും, ചിലപ്പോൾ ഭർത്താവിൻ്റെ എതിർപ്പുണ്ടാകും, അപ്പൻ്റെ എതിർപ്പുണ്ടാകാം, അമ്മയുടെ എതിർപ്പുണ്ടാകാം, മക്കളുടെ എതിർപ്പുണ്ടാകാം, നമ്മുടെ അയൽവാസികളുടെ, കൂട്ടുകാരുടെ, നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ എതിർപ്പുണ്ടാകാം. അപ്പോൾ നമ്മളുടെ അടുത്തൊരൊറ്റ ചോദ്യമാണുള്ളത്. മാനുഷികമായി ചിന്തിച്ചാൽ, മനുഷ്യൻ്റേത് കരുതിയാൽ എന്താണ് നമ്മൾക്കുള്ള ഉത്തരം? ഓ, അവരൊക്കെ എന്നെക്കുറിച്ച്, എൻ്റെ എല്ലാ ബന്ധങ്ങളും പോവും, അവരൊക്കെ എന്നെക്കുറിച്ച് എന്തു പറയും? ഇങ്ങനെ സഭ മാറി മാറി നടക്കുന്ന ഒരാൾ അല്ലേ, എൻ്റെ വില പോകും എന്ന് വിചാരിച്ച് വരാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അവിടെ സംഭവിക്കുന്നതാണ്, അവൻ തൻ്റെ ജീവനെ നേടും. നേടിയാൽ എന്ത് സംഭവിക്കും? അതിനെ കളയും. പിന്നെ കർത്താവിൻ്റെ അടുത്തൊരു യൗവനക്കാരൻ, തൻ്റെ ധനവാനായുള്ളൊരു മനുഷ്യൻ വന്നു. അവൻ വന്നിച്ച് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ പിൻഗമിക്കാം. കർത്താവ് പറഞ്ഞു, അവൻ്റെ ഉള്ളിലിരിപ്പൊക്കെ കർത്താവിന് അറിയാമായിരുന്നുകൊണ്ട് കർത്താവ് പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ളതെല്ലാം വിറ്റ് കൊണ്ടുവന്ന് സഭയ്ക്ക് കൊടുത്തിട്ട് പോരാനാണോ പറഞ്ഞേ? ആണോ പറഞ്ഞേ? അല്ല, എന്താ പറഞ്ഞേ? നീ നിൻ്റേതായിട്ട് ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരരുത്, നീ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ നീ ഇവിടെ ഒരു പ്രമാണിയായിരിക്കും, അതുകൊണ്ട് നീ നിനക്കുള്ളതെല്ലാം വിറ്റ് കൊടുത്തേച്ച് നീ ഞങ്ങളുടെ കൂടെ പോരാൻ പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു?
ദുഃഖിച്ചും കൊണ്ട് അവൻ പോയി. അവൻ്റെ ജീവനെ, അവൻ്റെ സമ്പത്തിനെ അവൻ സ്നേഹിച്ചു, അവൻ്റെ ജീവനെ അവൻ നേടി, എന്നാൽ ദൈവിക ജീവൻ അവൻ നഷ്ടപ്പെടുത്തി. ഇന്ന് അനേകരും ദൈവികമായ വഴിയിലേക്ക് വരാൻ താല്പര്യപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് അവരെ ചുറ്റിപ്പറ്റിയുള്ളതായ അവരുടെ വസ്തുവകകളോ അവരുടെ ബന്ധങ്ങളോ, ഇനി മൂന്നാമതൊന്നുണ്ട്, ഏതാണ്? തന്നെ ത്യജിക്കുക എന്ന് പറയുന്നത്. തന്നെ ത്യജിക്കാത്ത ആളുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം സഹിക്കും. ഒരുപക്ഷെ അവർ എല്ലാ കാര്യങ്ങളും അവരുടെ ബന്ധങ്ങളെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകും, അവരുടെ സമ്പത്തൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറാകും. പക്ഷെ അവരെ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാവില്ല. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന ഭാവം അവരിൽ അങ്ങനെ ഏറ്റവും ഉന്നതമായിട്ട് നിൽക്കും. സ്ഥാനത്തിനും മാനത്തിനും ബഹുമാനത്തിനും വേണ്ടി പല കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ തന്നെ ത്യജിക്കുക, ഉപേക്ഷിക്കുക എന്ന് പറയുന്നതാണ് ഈ എല്ലാം ഉപേക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കാരണം നമ്മളില്ലാതെയാവുകയാണ്, നമ്മൾ പ്രസക്തി ഇല്ലാതെയാവുകയാണ്, നാം ആരുമല്ലാതെയാവുകയാണ്. അങ്ങനെയുള്ള തന്നെ ത്യജിക്കുക എന്ന് പറയുന്നതായ ഒരു പരിപാടിയാണ് ഇതിലൊക്കെയും ഏറ്റവും ബുദ്ധിമുട്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിക്കാനായിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവർക്ക് അവരുടെ ജീവനെ അവർ നഷ്ടപ്പെടുത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ അതിനെക്കുറിച്ച് വായിക്കുന്നത് 12:25, യോഹന്നാൻ 12:25 ഇപ്രകാരം നാം വായിക്കുന്നു: തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അപ്പോൾ നമ്മുടെ ജീവനെ നേടുവാനോ അതിനെ സ്നേഹിക്കുവാനോ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ നാം ശ്രമിക്കുമ്പോൾ അതിനെ യഥാർത്ഥത്തിൽ നാം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് നഷ്ടമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാം മനുഷ്യരുടേതെന്ന് നാം ചിന്തിക്കുന്നതായ കാര്യങ്ങൾ, നമ്മുടെ ന്യായമായ മാനുഷികമായ ആവശ്യങ്ങൾ എന്ന് വിളിക്കുന്ന, എന്ന് നാം ചിന്തിക്കുന്നതായ, എന്തുപറ്റി? ന്യായമായി നാം മാനുഷികമാണ്, നമ്മുടെ മാനുഷികമായ ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന് ചിന്തിക്കുന്നത് പോലും അത് പൈശാചികമായി തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം ആ ദൈവത്തിൻ്റെ ദൈവികമായ ആ വഴിയിൽ, ആ ഞെരുക്കമുള്ള വഴിയിൽ നമ്മെ തന്നെ ത്യജിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിന്നാലെ അല്ല നാം പോകുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യുക, കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞുകൊണ്ട് ആ ഇഷ്ടത്തിന് ജീവിക്കുക എന്ന് പറയുന്നതും ഈ ലോകത്തിൽ നമ്മൾ നമ്മളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചിട്ട് ഞായറാഴ്ച മീറ്റിങ്ങിന് വന്ന് ആരാധന കഴിച്ച് പോകുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഒന്നൊരു മതമാണ്, മറ്റേതൊരു ജീവിതമാണ്. അങ്ങനെ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനി ഞായറാഴ്ച വന്നു, കണ്ടു, എല്ലാവരുമായിട്ട് സന്തോഷമായി മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തു, അപ്പം നുറുക്കലിലൊക്കെ പങ്കെടുത്തു, വചനമൊക്കെ കേട്ടു, സന്തോഷിച്ചു, തിരിച്ചു പോയി. അങ്ങനെ പോകുന്ന ഒരാൾ, അതിലാണ് അവരുടെ തൃപ്തിയെങ്കിൽ, അതാണ് ആത്മീയതയായിട്ട് അവർ കണക്കാക്കുന്നതെങ്കിൽ അതൊരു മതമാണ്. അങ്ങനെ ധാരാളം മതങ്ങൾ നമുക്കുണ്ട്. പക്ഷേ എന്നാൽ കർത്താവിനോട് കൂടിയുള്ള നമ്മുടെ ജീവിതം, അത് കർത്താവിനോട് ചേർന്ന് കർത്താവിൽ വസിച്ച് കർത്താവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് സ്വന്തം ഇഷ്ടമെല്ലാം ത്യജിച്ച് കർത്താവ് കാണിക്കുന്ന വഴിയെ ഓരോ ചുവടും വെച്ച് പോകുന്ന പോക്ക്. അവിടെ നമ്മൾ കല്ലപ്പമാക്കി കഴിക്കാൻ നിൽക്കില്ല. കർത്താവ് വെച്ചിരിക്കുന്ന പ്രമാണങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളപ്പം ഭക്ഷിക്കും. അവിടെ ആരുടെയെങ്കിലും അംഗീകാരത്തിനോ സ്നേഹത്തിനോ ആരുടെയെങ്കിലും പ്രതിഫലത്തിനോ വേണ്ടി
ഒരു പരിപാടികളും ചെയ്യില്ല. ഒരു പരിപാടികളും ചെയ്യില്ല. കാരണം കർത്താവ് അങ്ങനെയൊന്നും ചെയ്തില്ല. കർത്താവിനെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? നീ രാജാവാണ്, രാജാവായി വന്നിരിക്കുന്നതാണ്, നിനക്ക് ഒത്തിരി സ്വാധീനവും അധികാരവും ഒക്കെ നിനക്ക് വേണം, ഞാനത് നിനക്ക് തരാം. കർത്താവ് പിതാവ് വെച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു കഷ്ടതയിലൂടെ കടന്നുപോയിക്കൊണ്ട് ഇതിൻ്റെ എല്ലാം അധികാരിയായി കർത്താവ് തീരുന്ന ഒരു ദിവസമുണ്ട്. സകലതും അവന് കീഴാക്കി കൊടുക്കുന്നതായ ഒരു ദിവസമുണ്ട്. അതിൻ്റെ വഴി ഏതാണെന്നറിയാവോ? കഷ്ടതയിലൂടെയുള്ളൊരു വഴിയാണ്. അതാണ് പിതാവ് കർത്താവിൻ്റെ മുമ്പിൽ വെച്ചത്. ആ കഷ്ടതയിലൂടെ ഉള്ള വഴിക്ക് തടസ്സമായിട്ടാണ് ആര് വന്നത്? ആദ്യം പിശാച് വന്നു അല്ലേ? രണ്ടാമത് ആര് വന്നു? പിശാച് ആരെ സ്വാധീനിച്ചു? പത്രോസിനെ സ്വാധീനിച്ചു. പത്രോസ് പിശാചിനാൽ സ്വാധീനിക്കപ്പെട്ടവനായി. ഈ കഷ്ടതയൊന്നും വേണ്ട, നിനക്കതില്ലാതെ തന്നെ ഒരു മഹത്വം വരണം, അത് മാനുഷികമാണ്. പ്രിയമുള്ളവരെ, എന്നെ പിൻഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ത്യജിച്ച് ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഒരു ബന്ധങ്ങളും നീയും ഞാനുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സമാവരുത്. നിൻ്റെ ഒരു വസ്തുവകകളും ഞാനും നീയുമായിട്ടുള്ള ബന്ധത്തിന് തടസ്സം വരരുത്. നിൻ്റെ ഭാര്യ ഒരുപക്ഷെ നിന്നെ അല്ലേ, ഞാൻ സമാധാനമല്ല വാളത്ര കൊണ്ടുവന്നിരിക്കുന്നത്. എവിടെയൊക്കെ ഭിന്നതയുണ്ടാകുമെന്നാണ് പറയുന്നത്? ഭാര്യയും ഭർത്താവും തമ്മിലും ഭിന്നത, അപ്പനും മക്കളും തമ്മിലും ഭിന്നത, സഹോദരി സഹോദരന്മാർ തമ്മിൽ ഭിന്നത, അങ്ങനെ എല്ലാവരും തമ്മിലുള്ള ഭിന്നതയാണ്. നിനക്ക് ആ ഭിന്നതയ്ക്കിടയിലും ക്രൂശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാൻ നിനക്ക് മനസ്സുണ്ടോ? കഷ്ടതയിലൂടെയുള്ള കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു. കഷ്ടതയിലൂടെയുള്ള ഒരു ജീവിതത്തിന് നിനക്ക് തയ്യാറുണ്ടോ? അതാണ് കർത്താവ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഒരു കഷ്ടവും വേണ്ട, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരു സമൃദ്ധിയിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടതെങ്കിൽ അത് മനുഷ്യൻ്റേതാണ്, അത് ദൈവത്തിൻ്റേതല്ല. മനുഷ്യൻ്റേതാണെങ്കിൽ അത് സാധാന്യമാണ്. കർത്താവ് അങ്ങനെ കടന്നുപോയ ഒരാളാണ്. അപ്പസ്തോലന്മാർ അങ്ങനെ കടന്നുപോയ ആളുകളാണ്. ആദിമ സഭാ പിതാക്കന്മാർ, അനേക വിശ്വാസികൾ അങ്ങനെ കഷ്ടതയിലൂടെ കടന്നുപോയി തേജസ്കരിക്കപ്പെട്ട, മഹത്വവൽക്കരിക്കപ്പെട്ട ആളുകളാണ്. കഷ്ടതയിലൂടെ അല്ലാതെ ഒരു വഴി ഇല്ല. ഞെരുക്കമുള്ള വഴി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞെരുക്കമുള്ള വഴിയിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ? നമുക്ക് ഭാവനയിൽ ഞെരുക്കമുള്ള വഴിയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഒരുപക്ഷെ പറ്റും. എന്താണ്? വളരെ ഇടുങ്ങിയതാണ്, കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ ഒരു വഴി. ഒന്ന് പതുക്കെ ഒന്ന് തിരിയുമ്പോൾ മുള്ളിവിടെ പിടിക്കും, ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞാൽ ഈ ഇല്ലിക്കാട്ടിലും ഇഞ്ചക്കാട്ടിലും ഒക്കെ കയറിയ ആളുകൾക്ക് ഒരു പക്ഷേ അതൊരു അനുഭവമായിരിക്കും. ഇഞ്ചക്കാട്ടിക്കൂടെ എങ്ങനെ പോകാം? ഇല്ലിക്കാട്ടിക്കൂടെ എങ്ങനെ പോകാം? അല്ലേ? നമ്മൾ തിരിഞ്ഞാലും മറിഞ്ഞാലും ഒക്കെ വേദനയാണ്. അങ്ങനെ ഒരു ഇഞ്ചക്കാട്ടിൽ കൂടെ യാത്ര ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഇല്ലിക്കൂട്ടത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ പിന്നാലെ ഒത്തിരി ആൾ കൂടിയപ്പോഴൊക്കെ കർത്താവ് തിരിഞ്ഞേച്ച് അവരോട് പറഞ്ഞു തരാമെന്നറിയാമോ? എല്ലാവരും എൻ്റെ കൂടെ ഇങ്ങ് പോരെ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അപ്പം തരാം, നിങ്ങളുടെ ജീവിതത്തിലെല്ലാ സമൃദ്ധിയും സമാധാനവും സന്തോഷവും അല്ലേ പല മടങ്ങ് 100 മടങ്ങ് ഞാൻ നിങ്ങൾക്ക് തരാം. അങ്ങനെയാണോ പറഞ്ഞേ? എൻ്റെ പിന്നാലെ നിങ്ങൾ പോരാൻ ചിന്തിച്ചാൽ നിങ്ങൾ അവിടെ ഒന്ന് ചിന്തിച്ചു, എൻ്റെ പിന്നാലെ വരണമെങ്കിൽ ഇതൊക്കെയാണ് വ്യവസ്ഥകൾ. തന്നെ തന്നെ ത്യജിക്കണം, ക്രൂശ് എടുക്കണം, ഒരു ബന്ധങ്ങളും പാടില്ല. ബന്ധങ്ങൾ പാടില്ല എന്നുള്ളതിന് കർത്താവ് പറഞ്ഞ മറ്റൊരു പ്രയോഗമുണ്ട്. എന്താ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ എന്നെ സ്നേഹിക്കുക. അപ്പോൾ പിന്നെ പൂർണ്ണം എന്ന് പറയുമ്പോൾ എത്ര ശതമാനമാണ്? 100%. അപ്പോൾ പിന്നെ കർത്താവിനേക്കാൾ സ്നേഹിപ്പാൻ പിന്നെ 1% വല്ലയിടത്തും വെച്ചിട്ടുണ്ടോ?
1% പോലും വെച്ചിട്ടില്ല. കർത്താവിൻ്റെ വഴിയെ കഷ്ടതയുടെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും പീഡനത്തിൻ്റെയും വിശപ്പിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയുമായിട്ടുള്ള ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അത് മഹത്വത്തിലേക്കുള്ളൊരു യാത്രയാണ്. അതാണ് നമ്മുടെ മുമ്പിലുള്ളതായ വഴിയെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതവും നമ്മളുടെ മക്കളുടെ ജീവിതവും നമ്മളുടെ കൊച്ചുമക്കളുടെ ജീവിതവും ഒക്കെ സമ്പന്നമാക്കി അതെല്ലാം ഒരു സുരക്ഷിതമാക്കി അതിനുശേഷം ഞാൻ കർത്താവിനെ പിൻചെല്ലാം. അതല്ല എങ്കിൽ അതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം എന്ന് നാം ചിന്തിച്ചാൽ നാം ദൈവിക വഴിയിലല്ല. നമ്മൾ ഏത് വഴിയിലാണെന്നറിയാമോ? ആ വിശാലമായ വഴിയിലാണ്. അവിടെ നമ്മളെ തന്നെ ത്യജിച്ചിട്ടില്ല, ക്രൂശ് എടുത്തിട്ടില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ എപ്പോഴോ ഒന്ന് ഏറ്റുപറഞ്ഞു, മാനസാന്തരപ്പെട്ടിട്ട് പോലുമില്ല. ആ മാനസാന്തരത്തിൻ്റെ വഴിയിൽ പോലുമല്ല നാം ഉള്ളത്. നാം എപ്പോഴും മനുഷ്യൻ്റേത് ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കിന്ന് മനുഷ്യരുടേത് ചിന്തിക്കാനായിട്ട് നമുക്ക് അനുവാദമില്ല. നമ്മളുടേതായിട്ടുള്ള താല്പര്യങ്ങൾ, നമ്മളുടെ സുഖസൗകര്യങ്ങൾ, നമുക്ക് ഈ ലോകത്തിൽ ഭൗതിക നിലയിൽ സമ്പാദിക്കാവുന്നതായിട്ടുള്ള സുരക്ഷിതത്വം, ഇതൊക്കെ നമ്മളുടെ ആത്മീക ജീവിതത്തിന് ഒരു തടസ്സമാണ്. അതൊന്നും നമ്മുടെ ആ ഒരു ജീവിത പാന്താവിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള കാര്യമല്ല. മറിച്ച് കർത്താവ് എങ്ങനെയാണ് മഹത്വം പ്രാപിച്ചത്? കഷ്ടങ്ങളിലൂടെ കടന്നാണ്, അല്ലേ? അതേപോലെയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രിയ സഹോദരൻ വചനം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു വാക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഭാഗ്യവശാൽ. എന്താണ്? നിങ്ങളാരെങ്കിലും ശ്രദ്ധിച്ചോ അത്? ഭാഗ്യവശാൽ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ പറഞ്ഞത് എന്താണ്? ആരെങ്കിലും ഒരാൾക്ക് പറയാമോ മൈക്കെടുത്ത്? ശ്രദ്ധിച്ചു ആരെങ്കിലും? ഭാഗ്യവശാൽ എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരൻ പറഞ്ഞ ബന്ധുവാണ്. ഭാഗ്യവശാൽ അതിന് സഹായിക്കുന്ന ഒരു സഭയിൽ നാം എത്തിപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മളിവിടെ ആർക്കും ഈ ലോകത്തിലെ ഭൗതികമായിട്ടുള്ള സമൃദ്ധി ഒന്നും വാഗ്ദത്തം ചെയ്തതില്ല. വചനത്തിൽ അങ്ങനെ ഒരു സൂചന പോലുമില്ല. പഴയ ഉടമ്പടിയുടെ കീഴിൽ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെയുള്ള ചില ഭൗതികമായിട്ടുള്ള നന്മകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടിയുടെ കീഴിൽ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ഒരുക്കിയതായിട്ടുള്ള ആ വഴിയിൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. കഷ്ടം സഹിക്കാനും ഞെരുക്കമുള്ള വഴിയിലൂടെ പോകാനും തന്നെ ത്യജിക്കാനും ക്രൂശെടുക്കാനും കഴിയുന്നവർക്ക് മാത്രം ആണ് ദൈവം ഈ വഴി വച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാമോ? നമ്മുടെ സഭയിൽ അംഗമായിരിക്കുന്ന ആരും നിത്യതയിൽ എത്താതെ വരരുത്. ഈ ഞെരുക്കത്തിൻ്റെ അപ്പം നമ്മൾ പാട്ട് പാടുമ്പോഴൊക്കെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൈ കൊട്ടി ഒച്ചത്തിലൊക്കെ നമ്മൾ പാട്ട് പാടും, അല്ലേ? ഞെരുക്കത്തിൻ്റെ അപ്പം തിന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും എന്താണ്? അതൊക്കെ പാടാൻ നമുക്ക് നല്ല ഉത്സാഹമാണ്. കാരണം നമ്മൾ പാടുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ അർത്ഥമാക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ആ ഒച്ചയൊക്കെ എടുത്ത് അങ്ങ് പാടി അങ്ങ് തീർക്കും. പക്ഷേ അത് അർത്ഥമാക്കിക്കൊണ്ട് പാടാനായിട്ട് ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കഴിയുന്നതല്ല. നാം രക്ഷിക്കപ്പെട്ടു, ഇനി സ്വർഗത്തിലേക്കാണ് പോകുന്നത് എന്നുള്ളതായ യാതൊരു വക തെറ്റായിട്ടുള്ള ധാരണകളും വേണ്ട. ഞാൻ പിടിച്ചു എന്ന് നിരൂപിക്കുന്നില്ല, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ആ പിന്തുടരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? എല്ലാം ചപ്പും ചവറുമായിട്ട് എണ്ണി തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതായ ആ ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ അന്നേരം ജോലി വേണ്ടേ, ബിസിനസ് വേണ്ടേ, കൃഷി വേണ്ടേ,
വെറുതെ അങ്ങനെ ഇരുന്ന് പാട്ടും പാടിയിരുന്നാൽ മതി, പോരാ. പക്ഷെ നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവിനോട് ചേർന്ന്, കർത്താവിൻ്റെ കൂടെ, കർത്താവ് പറയുന്നത് പോലെ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ആണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ, അതായത് കർത്താവ് എന്നോട് കൂടെ, കർത്താവ് അപ്രൂവ് ചെയ്യാത്ത, കർത്താവ് അംഗീകരിക്കാത്തതായിട്ടുള്ള യാതൊരു പരിപാടിയും ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഭയങ്കര വില കൊടുക്കേണ്ടതായ ഒരു കാര്യമാണ് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടൊക്കെ പോന്നാൽ മതി. കർത്താവിന് ആരുടെ കാര്യത്തിലും കർത്താവിന് നിർബന്ധമൊന്നുമില്ല, അല്ലേ? ആരുടെ കാര്യത്തിലും ഒരു നിർബന്ധമില്ല. പക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നുള്ളത്, രക്ഷിക്കപ്പെടുക മാത്രമല്ല സത്യത്തിൻ്റെ പരിജ്ഞാനത്തിലെത്തണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ നമ്മൾ റോമാലേഖനത്തിൽ പഠിക്കുന്നത്, അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. കർത്താവിനെ, ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവിടെ സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്നല്ല നമ്മൾ വായിക്കുന്നതാണോ? അല്ല. ക്രൂശിക്കപ്പെട്ടവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആ കർത്താവിൻ്റെ പിന്നാലെ പോകുമ്പോൾ ആ ക്രൂശിക്കപ്പെടാനായിട്ടുള്ള മനസ്സും ഒരു ക്രൂശും കയ്യിലെടുത്ത് ആ കർത്താവിൻ്റെ പിന്നാലെ പോവുക. അതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യൻ്റേത് കരുതുന്ന ഒരു ജീവിതമാണോ, അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളാണോ നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിയന്ത്രിക്കുന്നത്? അങ്ങനെയെങ്കിൽ കർത്താവ് പത്രോസിനോട് ഉപയോഗിച്ച വാക്ക് നമ്മളോട് ഉപയോഗിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ പരിശോധിക്കാം. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞ വാക്ക് കൈക്കൊണ്ടവർ മാത്രമാണ് സ്നാനമേറ്റത്, അല്ലേ? ആ വാക്ക് കൈക്കൊണ്ടവർ, അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ. മറ്റ് പല വാക്കുകളാലും അവനവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു. അവൻ്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. നമ്മുടെ ഈ ലോകത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും പേരും പ്രശസ്തിയും ഒക്കെ താൽക്കാലികമാണ്. അതുപോലെ തന്നെ കഷ്ടങ്ങളും നഷ്ടങ്ങളും നിന്ദയും പരിഹാസവും ഒക്കെ താൽക്കാലികമാണ്. എന്നാൽ നിത്യമായ സന്തോഷമാണോ നമുക്ക് വേണ്ടത്? താൽക്കാലികമായ സന്തോഷമാണോ നമുക്ക് വേണ്ടത്? നിത്യമായ ഒരു കഷ്ടതയാണോ നമുക്ക് വേണ്ടത്? താൽക്കാലികമായ ഒരു കഷ്ടതയാണോ നമുക്ക് വേണ്ടത്? ഇത് നാം തിരഞ്ഞെടുക്കേണ്ടതായ കാര്യമാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മൾ എല്ലാവരും മനുഷ്യരുടേതായ ചിന്തിക്കുന്നതായിട്ടുള്ള പ്രവണത ഞാൻ വിചാരിക്കുന്നു നമ്മളിൽ എല്ലാവരിലും അത് ഒരളവിൽ അല്ലെങ്കിൽ മറ്റൊരളവിലുണ്ട്. നാം ആ സ്വർഗീയ ദർശനം, നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ സ്വർഗീയമായിട്ടുള്ള ദർശനം എത്രത്തോളം നാം പ്രാപിക്കുന്നുവോ അത്രത്തോളം മാത്രമേ നമുക്ക് മറ്റുള്ളതിനെ, ഈ മാനുഷികമായിട്ടുള്ള കാര്യങ്ങളെ വിട്ട് ദൈവികമായിട്ടുള്ളൊരു വഴിയിലേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മളിലെല്ലാവരിലും മാനുഷികമായിട്ടുള്ള ഭയങ്ങളും മാനുഷികമായിട്ടുള്ള ചിന്തകളും ഭാരങ്ങളും ഒക്കെയുണ്ട്. പക്ഷേ അതുമായിട്ട് നമുക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. നാം എല്ലാവരും ഓരോ ദിവസവും ചിന്തിക്കേണ്ടത്, കർത്താവ് അപ്രൂവ് ചെയ്യുന്ന വഴിയിലാണോ ഞാൻ പോകുന്ന വഴിയിൽ കർത്താവുണ്ടോ, അല്ലെങ്കിൽ കർത്താവ് തെളിച്ച് കാണിക്കുന്ന ആ വഴിയിലൂടെയാണോ ഞാൻ പോകുന്നത്? ഇത് നാം എപ്പോഴും ചിന്തിക്കുകയും കർത്താവിൽ വസിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് എഴുന്നേറ്റ് എന്നൊരു പാട്ട് പാടി പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സുമ സഹോദരി, പാട്ട്. യേശു നായക പാപശാപനാശക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മ നായക. യേശു നായക പാപശാപനാശക വീണ്ടെടുത്ത നിഞ്ജനത്തിനാത്മ നായക. കണ്ടു ഞാനി ദൈവസ്നേഹമീശൻ ക്രൂശിന്മേൽ, പണ്ടു ഞാൻ അറിഞ്ഞതിൽ നോർത്തു നീറുന്നേ. ഉണ്ടനിക്കു നാടുമേലിലെന്നതോർക്കും
വേണ്ടെനിക്ക് മിസ്സൈമി നിക്ഷേപങ്ങളെ ഉണ്ടെനിക്കു നാടുമേലിലെന്ന് തോർക്കുമ്പോൾ വേണ്ടെനിക്ക് മിസ്സൈമി നിക്ഷേപങ്ങളെ യേശു നായക പാപശാപനാശക വീണ്ടെടുത്ത നിൻ ജനത്തിനായി നായക നിൻവരാവിൽ ലക്ഷ്യമെങ്ങും കാണുന്നേ ജാതി ജാതിയോടു പോയുധങ്ങളാൽ വ്യാധി മൂലം കേശിക്കും നീ മാനവരല്ല ക്ഷാമവും ഭൂകമ്പവും വീടയാ വ്യാധി മൂലം ക്ലേശിക്കും നീ മാനവരല്ല ക്ഷാമവും ഭൂകമ്പവും വീടയായി യേശു നായക പാപശാപനാശക വീണ്ടെടുത്ത നിൻ ജനത്തിനായി നായക അന്ത്യകാല